ഇന്ന് കേരളം അതിഥി തൊഴിലാളികളെ കൊണ്ട് നിറയുകയാണ്. ആയതിനാൽ തന്നെ സാധാരണക്കാർക്ക് ജോലി സാധ്യതയും കുറയുന്നു. മദ്യം, മയക്കുമരുന്ന് എന്നിവയുടെ ഉപയോഗവും വിൽപ്പനയും ഇന്ന് ഏറി വരികയാണ് കേരളത്തിൽ. എവിടെ നോക്കിയാലും അതിഥി തൊഴിലാളികളാണ് ജോലി ചെയ്യുന്നത്. കേരളം ഒരു കൊച്ചു ബംഗാളാവുകയാണോ? പൊതുജനാഭിപ്രായം എന്താണെന്ന് നോക്കാം. ചേട്ടാ, നമ്മുടെ കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന അന്യസംസ്ഥാന തൊഴിലാളികൾ, ഇവരുടെ വരവോടുകൂടി നമ്മുടെ കേരളത്തിലെ സാധാരണക്കാരുടെ ജോലിക്കും അല്ലെങ്കിൽ ജീവനും ഒക്കെ ഒരു ചെറിയ ഭയപ്പാടും അല്ലെങ്കിൽ ഒരു കുറവുമൊക്കെ വന്നിട്ടുണ്ട്. മാത്രമല്ല, ഈ മയക്കുമരുന്ന്, കൊലപാതകം, അത്തരത്തിലുള്ള സംഭവങ്ങൾ കൂടുതൽ വർദ്ധിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? അന്യസംസ്ഥാന തൊഴിലാളികളെന്നല്ലല്ലോ ഇപ്പോൾ പറയുന്നത്, അതിഥി തൊഴിലാളികളെന്നാണ്. അപ്പോൾ അവർ വർദ്ധിച്ചു വരുന്നതുകൊണ്ട് തൊഴിൽ നഷ്ടം എന്നുള്ള ഭാഗം ശരിയല്ല. കാരണം നമ്മുടെ ആളുകൾ തൊഴിൽ ചെയ്യാൻ തയ്യാറില്ലാത്തതുകൊണ്ടാണ് അവരിവിടെ തൊഴിൽ ചെയ്യാൻ അവരെ എടുക്കുന്നത്. പിന്നെ ഈ പറഞ്ഞതുപോലെ ലഹരിയും മറ്റും അതിനനുസരിച്ചുള്ള വർധന അന്യ സംസ്ഥാന തൊഴിലാളികളുടെ ഭാഗത്തുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷേ അതിന് ശക്തമായ നിരീക്ഷണവും അവരുടെ താമസം, അവരെന്തൊക്കെ ചെയ്യുന്നു തുടങ്ങിയ കാര്യങ്ങളിൽ ശക്തമായ പോലീസ് നിരീക്ഷണങ്ങളും ആളുകളുടെ പബ്ലിക്കിൻ്റെ നിരീക്ഷണങ്ങളൊക്കെ ഉണ്ടാകണം. അവരെ ഒഴിവാക്കാനൊക്കാത്തൊരു അവസ്ഥയാണിപ്പോൾ നമ്മുടെ സംസ്ഥാനത്തുള്ളത്. അതെ, അന്യ തൊഴിലാളികളെ നമുക്കിപ്പം ഒഴിവാക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ മലയാളിയായ യുവാക്കൾക്ക് ഈ ജോലി ചെയ്യാൻ ബുദ്ധിമുട്ട്. കാരണം ഈ ട്രാൻസ്പോർട്ട് ബസ്സിൽ ഒരു ദിവസം 715 രൂപ ശമ്പളത്തിൽ ഒരാൾ ജോലി ചെയ്യാൻ പോകുന്നു. എന്ത് ദുരിതമാണെന്നറിയാം. തൃശ്ശൂരിലൊക്കെ പോയിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ അവന് അനങ്ങാൻ പറ്റില്ല. അത്ര കഷ്ടമാണ് 715 രൂപയ്ക്ക് അയാൾ ജോലി ചെയ്യുക എന്ന് പറഞ്ഞാൽ. ഇവന് ഒരു കൊത്തൻ്റെയോ കൈയാളായിട്ട് അങ്ങനെ ഒരു മെയ്സൺ പണിക്കും എല്ലാം പോയി കഴിഞ്ഞ് ഇതിനേക്കാളും കിട്ടും. 1000 1200 രൂപയും കിട്ടും. ഇത്രയും ക്ഷീണം ഉണ്ടാകത്തില്ല. ഇപ്പം അവരുടെ സുഖം എന്ന് വെച്ചാൽ പരമാനന്ദ സുഖമാണ്. ഇഷ്ടംപോലെ ലക്ഷം ടൈം എടുത്തൊക്കെയാണ് അവരിപ്പം ജോലി ചെയ്യുന്നത്. ആ ജോലി ഇത് സ്റ്റാൻഡേർഡ് കുറവാണെന്ന് കരുതി അത് ഉപേക്ഷിച്ചിട്ട് അത് വേണ്ടെന്ന് വെച്ചിട്ട് ഈ ട്രാൻസ്പോർട്ടിൽ വളയം പിടിക്കാൻ വേണം. അപ്പം നമുക്ക് വൈറ്റ് കോളർ ജോലിയാണ് ഇഷ്ടം മലയാളികൾക്ക്. ഇത് ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ആവശ്യത്തിന് തൊഴിലാളികളുണ്ട്. പക്ഷേ നമുക്ക് ആവശ്യം എന്ന് പറഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞ വൈറ്റ് കോളർ ജോലി ഒന്ന്, പിന്നെ നമ്മളെ ഈ യൂണിയൻകാരുണ്ടല്ലോ, അവർക്ക് എന്താണ് ആവശ്യം? നോക്കുകുത്തി, നോക്കുകൂലി, അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് നമുക്കിഷ്ടം. നമുക്ക് ജോലി ചെയ്യാൻ ഇവിടെ മടി. പുറത്തുപോയി നമ്മൾ ജോലി ചെയ്യുന്നുണ്ട്, അത് പൊതുവേ ഉള്ളൊരിതാണ്. അപ്പോൾ ഈ അന്യ സംസ്ഥാന തൊഴിലാളികൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. അവരില്ലാത്ത ഒരു മേഖലയില്ല. ഇപ്പം മലയാളികൾ അവർക്ക് വേണ്ടി ഹിന്ദി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സത്യം. അതെ, അതെ. അപ്പോൾ അവരെ ഒഴിവാക്കാൻ പറ്റില്ല. പിന്നെ മയക്കുമരുന്നിൻ്റെ ഇത് ആണ് ഇത് കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. അത് നമ്മൾ ഇപ്പം കർശനമായിട്ട് തടയുന്ന ഒരു നിലയിൽ എത്തിയിട്ടുണ്ട്. അത് ഒഴിവാക്കാൻ പറ്റും. പല കച്ചവട കേന്ദ്രങ്ങളിലും ഇവർ തമ്പടിച്ച് അവരുടെ മേധാവികളായും വന്നിട്ടുണ്ട്, തൊഴിലാളികളായും വന്നിട്ടുണ്ട്. സ്വന്തമായി ആദ്യം കുറച്ചു കാലം തൊഴിലാളികളായിരുന്നവർ അത് കഴിഞ്ഞ് അവരുമായി അവരുടെ എല്ലാ ടെക്നിക്സും പഠിച്ചതിന് ശേഷം അവർ മുതലാളിമാരായിട്ട് നമ്മളെ ആൾക്കാർക്ക് വേണ്ട ആഹാര പദാർത്ഥങ്ങൾ എത്രത്തോളം ശുദ്ധമാണോ അല്ലയോ ഒന്നൊന്നും അറിയില്ല. അവരെത്രത്തോളം ഹൈജീനാണ്, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന കാര്യങ്ങൾ മലയാളികൾക്ക് ഇഷ്ടപ്പെടുന്ന ഇത് തന്നെയാണോ ചേർക്കുന്നത്, ഇതൊന്നും അറിയില്ല. ടേസ്റ്റ് കിട്ടിയാൽ, മലയാളിക്ക് ഒരു ചെറിയ ടേസ്റ്റ് കിട്ടിയാൽ അവൻ ആ ഭക്ഷണം അങ്ങ് ഇഷ്ടപ്പെടുകയാണ്. അതിലേക്ക് അങ്ങ് വീഴുകയാണ്. തീർച്ചയായിട്ടും അത്തരം ഭക്ഷണങ്ങൾ എത്രത്തോളം നല്ലതാണ്, അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ പരിശോധനയുണ്ട് എന്നൊക്കെ ചോദിച്ചാൽ അതൊന്നും ഇല്ലാതെ നടക്കുകയാണ്. അതൊക്കെ ചിലപ്പോൾ ആരോഗ്യത്തെയൊക്കെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അവർ തൽക്കാലം അവർക്ക് ഇന്ന് നോക്കിയാൽ മതി. കേരളത്തിലെ ഒരു മലയാളിയാണെങ്കിൽ അവർക്കിവിടെ താമസിക്കുന്നവരാണ്. അവരുടെ ഒരു പദാർത്ഥത്തിൽ വിഷം ചേർന്ന് കഴിഞ്ഞാൽ അവർക്ക് ഇവിടെ പിന്നെ കഴിയാൻ പറ്റാത്ത അവസ്ഥയുണ്ടാകും. പക്ഷേ ഇവരെ സംബന്ധിച്ചുള്ളത് രാഖി രാമായണം ട്രെയിൻ കയറി അവർക്ക് നാട്ടിലേക്ക് പോകാം. ഇങ്ങനെയുള്ള ചില ഇതൊക്കെ ഉണ്ട്. അതിലെന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇവരെ ഇത്രത്തോളം പ്രോത്സാഹിപ്പിക്കേണ്ടായിരുന്നു. നമ്മൾ തന്നെയാണ് വരുത്തി വെച്ചത്. കേരളീയർ മടിയന്മാരായപ്പോൾ വേറെ മാർഗ്ഗമില്ലാതെ പണ്ട് തമിഴ്നാട്ടിൽ നിന്ന് വന്നുകൊണ്ടിരുന്നു. പക്ഷേ തമിഴ്നാട്ടിൽ അവിടെ കൂലി കൂടുതൽ കൊടുക്കാൻ തുടങ്ങിയപ്പോൾ അവർ അവിടത്തേക്ക് തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങി. പശ്ചിമബംഗാളിലും പശ്ചിമബംഗാളിൽ എല്ലാവരും ബംഗാളികളാണെന്ന് പറയുന്നെങ്കിലും നേപ്പാൾ, ബംഗാൾ, അവിടെ സമീപ പ്രദേശത്തുള്ള സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട്. അത് 1-2 പേരുള്ള അനുഭവം പറഞ്ഞ് അവർക്ക് നല്ല ശമ്പളം കിട്ടും, അല്ലെങ്കിൽ നല്ല രീതി കഴിയാം. ഒരു മുറി തന്നെ 10-50 പേര് നിരന്ന് കിടന്നാണ് അവരൊക്കെ ജീവിക്കുന്നത്. വളരെ തുച്ഛമായ ചിലവുകളെ അവർക്കിവിടെ ഉണ്ടാവുന്നുള്ളൂ. അതും ഒരു നേട്ടം തന്നെയാണ്. അവർക്ക് സംബന്ധിച്ച നേട്ടമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ചില ഇതേപോലെയുള്ള മൈനസ് പോയിന്റുകളും ഉണ്ട്. ഗുണമുള്ളവരും നല്ലവരുമുണ്ട്, ഇല്ലാത്തവരുമുണ്ട്. പക്ഷെ കൂടുതലും ദോഷത്തിലാണ് ഈ കൊലപാതകങ്ങളൊക്കെ നടക്കുന്നത് എന്നുള്ള അറിയണില്ലേ. അതെല്ലാം അതിൻ്റെ ബുദ്ധിമുട്ടാണ്. എത്ര നല്ലവരായാലും നമ്മൾ എത്ര സ്നേഹിച്ചാലും അവർ തിരിച്ചങ്ങോട്ടില്ല. അവരെപ്പോഴായാലും അത് തീർത്തിരിക്കും. അവർക്ക് ഇഷ്ടമല്ലെന്ന് വേണ്ട. അങ്ങനെ അവിടെ കൊലപാതകം കൂടുതൽ നടക്കുന്നത് അവരിൽ നിന്നാണ്.
മയക്കുമരുന്ന് അതെ അതെ അത് മയക്കുമരുന്ന്, കഞ്ചാവ്, പിന്നെ വ്യക്തിവൈരാഗ്യം, അതൊക്കെ ഉണ്ട്. മനുഷ്യ സ്നേഹം അവർക്ക് തൊട്ട് തേച്ചിട്ടില്ല. ഇതെന്ന് പറഞ്ഞാൽ ഇവർ പൊതുവേ ദോഷം തന്നെ. പിന്നെ നമ്മളിലുള്ള ആൾക്കാരും ഒന്നിനും ഇല്ല, തയ്യാറില്ല, ഒരു പണിക്കാൻ ഒന്നിനും ഇല്ല. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും? നമുക്ക് ഇവരെ കൊണ്ട് പേടിയും ഉണ്ട്. ഒന്നും വിശ്വസിച്ച് ഒന്നും ചെയ്യിക്കാനോ നിർത്താനോ ഒന്നും പറ്റില്ല. പിന്നെ അവരുടെ മേൽ നിരീക്ഷണവും വേണം. അവരുടെ ഈ താമസം പറയുമ്പോൾ പലരും വളരെ കഷ്ടതയിലാണ് താമസിക്കുന്നത്. കാരണം ഒരു 10-15 പേര് ഒരു കൊച്ചു കുടിസുമുറിയിലൊക്കെയാണ് കിടക്കുന്നത്. അപ്പോൾ അവർ മാന്യമായ അക്കോമഡേഷൻ കൊടുക്കണം, മാന്യമായ ജീവിത സൗകര്യങ്ങൾ കൊടുക്കണം. അവരില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ എല്ലാ രംഗത്തും അവരായി കഴിഞ്ഞു. ബ്യൂട്ടി പാർലർ, ബാർബർ ഷോപ്പ്, റെസ്റ്റോറൻറ്റുകൾ, എനിക്ക് തോന്നുന്നു ഇനി ഈ ടാക്സി മേഖലയിൽ അങ്ങനെയൊക്കെയുള്ള വളരെ അപൂർവം രംഗങ്ങളിലൂടെ അവരിനി വരാനുള്ള. ബാക്കിയല്ല പലരും ഇവിടെ തന്നെ ഇവിടുത്തുകാരായി കഴിഞ്ഞു. ഇവിടെ കല്യാണമൊക്കെ കഴിച്ച് ഇവിടെ താമസിക്കുന്നവരുണ്ട്. അതോടൊപ്പം തന്നെ ഈ അവരുടെ ഭാഗത്തു നിന്നുള്ള അക്രമ പ്രവർത്തനങ്ങളും ഉണ്ട്. ഇതിനെയൊക്കെ പോലീസിൻ്റെ നിരീക്ഷണത്തിൽ അവരെ കൊണ്ടുവരണം. അവരുടെ പോലീസിൻ്റെയും പബ്ലിക്കിൻ്റെയൊക്കെ സജീവമായ ശ്രദ്ധ, അധികാരികളുടെ ശ്രദ്ധ അവരുടെ മേലുണ്ടെങ്കിൽ അവരെ നമുക്ക് കൂടുതൽ പ്രയോജനപ്രദമായി ഉപകാരപ്പെടുത്താം. അവരില്ലാതെ നിന്ന് മുന്നോട്ട് പോകാനൊക്കെ ആവാത്ത ഒരു സാഹചര്യമാണുള്ളത്.